അല്ല എന്തായാലും ധ്യാൻ ചേട്ടൻ വന്നപ്പോ രണ്ടുപേരും പാടി. ആസിഫിക്ക പ്ലീസ്. ഇല്ല, ഞാനത് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ഒരു സമയത്ത് ഞാൻ പാടാം. ആണോ? ഇവിടെ പാടും. ഞാൻ വിനീത് ശ്രീനിവാസനെ ആദ്യമായിട്ട് നേരിട്ട് കണ്ടപ്പോ നേരിട്ട് പോയി കെട്ടിപ്പിടിച്ച് പറഞ്ഞാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വിനീതിന്റെ ആദ്യത്തെ പാട്ടാണ്. പാടട്ടെ? കസവിന്റെ തട്ടമിട്ട് വെള്ളിയരഞ്ഞാണമിട്ട് പൊന്നിന്റെ കൊലുസുമിട്ടൊരു മുഞ്ചത്തി കൂന്താലി പുഴയൊരു വമ്പത്തി അവളുടെ മുന്നും പിന്നും കണ്ടു കൊതിച്ചവർ മെഹറും കൊണ്ട് നടന്നവർ കൂനി കൂടി താടി വളർത്തി വയറൂരി പാഞ്ഞൂറന്നി പഴയത്തി കൂന്താലി പുഴയൊരു വമ്പത്തി കൂന്താലി പുഴയൊരു വമ്പത്തി. നമ്മൾ മലയാളത്തിൽ പല താരങ്ങളും പല നായകന്മാരും പാട്ട് പാടി കേട്ടിട്ടുണ്ട്. ഈവൻ മമ്മൂട്ടി, മോഹൻലാല്, ദിലീപ്, മനോജ് കെ ജി, അങ്ങനെ ഒരുപാട് പേര്, ഇന്ദ്രജിത്ത്, പൃഥ്വിരാജ്, ഇവരൊക്കെ നമ്മൾ പാട്ട് പാടി കേട്ടിട്ടുണ്ട്. പക്ഷെ ഞാൻ ഇന്ന് വരെ ആസിഫ് അലി പാട്ട് പാടിയത് കേട്ടിട്ടില്ല. ഞാൻ ആദ്യമായിട്ടാണ് ആസിഫ് അലി പാട്ട് പാടിയത് കേൾക്കുന്നത്. ഒന്നാമതേ എനിക്ക് ആസിഫ് അലിയുടെ ശബ്ദം ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്. പെട്ടെന്ന് കണ്ടപ്പോൾ ഞാൻ ശരിക്കും ആസിഫ് അലി പാടാം എന്നും ഇങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയി പോയി ആ ഒരു പാട്ട് കേൾക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഈ കസവിന്റെ തട്ടമിട്ട് എന്ന് പറഞ്ഞ പാട്ട്, അത് ചില്ലറ ഓളമൊന്നല്ല. ആ സമയത്ത് സിനിമ റിലീസായ സമയത്ത് സൃഷ്ടിച്ചേക്കുന്നത് കേരളത്തിൽ ഒരുപാട് പേര്. ആ സിനിമയിൽ എനിക്ക് തോന്നുന്നു ഏറ്റവും ഭയങ്കര, അതായത് വേറൊരു പാട്ടുണ്ടല്ലോ നമ്മുടെ മോഹൻലാലും സൗന്ദര്യം കൂടി, കിളിച്ചുണ്ടൻ മാമ്പഴമേ, എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ഹിറ്റ് ആയിക്കുന്നതും ആൾക്കാർ പാടി നടന്നേക്കുന്ന പാട്ടും വിനീത് ശ്രീനിവാസൻ പാടിയ ആ ഒരു പാട്ടാട്ടോ. ആ പാട്ട് ആസിഫ് അലി പാടി കേട്ടപ്പോഴും ഒരുപാട് സന്തോഷം. എന്തുകൊണ്ടാണെന്നറിയില്ല, ആ പാട്ടിനോട് ഒരുപാട് ഇഷ്ടമുള്ള ആളായതുകൊണ്ടാകാം.